അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. മനോജ് കെ ജയൻ്റെ ഒരു പുതിയ നാടകം കണ്ടു. കൊള്ളാം, നല്ല രസമുണ്ട്. മകളെ പറ്റി പറയുമ്പോൾ കണ്ണ് നിറയുന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അല്ലല്ല, വൈഫിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കാണ് കണ്ണ് നിറയുന്നത്. അത് നല്ലൊരു ചൂണ്ടയാണ്. അത് നല്ല ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ്. പക്ഷേ അങ്ങനെ ഒരു ബിസിനസ് ടാക്ടിക്സ് വർക്കൗട്ട് ചെയ്ത് മകൾക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. പണ്ട് മനോജ് കെ ജയൻ ഇങ്ങനെയുണ്ട്, ബുദ്ധിയില്ല. അത്യാവശ്യം കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ബുദ്ധിയില്ല. അതാ പ്രശ്നം. നല്ല കഴിവുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ച മകൾ 100% വിജയിക്കും. കാരണം അവർക്ക് കഴിവുണ്ടായിരിക്കും, ജീനിലുണ്ടായിരിക്കുമല്ലോ. അത് മാത്രമല്ല, നന്നായി അഭിനയിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നല്ല കാര്യമാണ്. ഇനി ഇത് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഡ്രാമ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പിരിയുമ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയധികം അവഹേളിക്കപ്പെടില്ലായിരുന്നു ഉർവശി. ഉർവശി ജനങ്ങൾക്ക് ഇടയിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വന്നതിൻ്റെ കാരണം അവരുടെ അഭിനയ മികവ് തന്നെയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഉർവശി. ഉർവശിയുടെ ഏറ്റവും നല്ല എബിലിറ്റി അവരുടെ അഭിനയ വൈദഗ്ധ്യം തന്നെയാണ്. നന്നായി അഭിനയിക്കുന്ന സ്ത്രീയാണ് അവർ. പക്ഷെ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരാൾ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ തന്നെ, ഇവർ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളം ഓർക്കുന്ന രീതിയിൽ അവരവരുടെ വീടും ചുറ്റുവട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് അവർ എവിടെ ജനിച്ചോ, അവരുടെ അസ്തിത്വം എവിടെയാണോ അതൊന്നും മറക്കാതെ അതിനെയൊക്കെ ഫോളോ ചെയ്ത് പിടിക്കാൻ നന്നായി ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഉർവശി. ഉർവശി വല്ലാണ്ട് മദ്യം കഴിക്കുന്നവളാണെന്നും വീട് നോക്കാത്തവളാണെന്നും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞത് ഈ മനോജ് കെ ജയനാണ്. അന്ന് അത് ചെയ്തപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു അവസരം വരുമെന്ന് അയാൾ ഓർത്തിട്ടുണ്ടാവത്തില്ല. ഇത് മിക്കവാറും ദാമ്പത്യ ബന്ധങ്ങളിൽ മിക്ക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ആണോ അതെ പെണ്ണോ അതെ പറയുന്നൊരു അബദ്ധമാണ്. നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വ്യക്തികളാണ്. രണ്ട് കുടുംബത്തിൽ നിന്ന്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു കുടുംബത്തിലേക്ക് വന്ന രണ്ട് വ്യക്തികൾ. പക്ഷെ പിന്നെ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലാണുള്ളത്. നമ്മൾക്കൊരു കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് ലെവൽ ഭയങ്കരമാവും, ഹൈ ലെവലിലേക്കാകും. എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ബാധിക്കപ്പെടുന്നത് ഈ കുട്ടിക്കാണ്. നിൻ്റെ അമ്മ അങ്ങനെയായിരുന്നില്ലേ, നിൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നില്ലേ? ഈ ചോദ്യം വല്ലാണ്ട് ഹേർട്ട്ഫുള്ളാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്താതിരിക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ചില കാര്യങ്ങൾ, ചില ഇഷ്ടങ്ങൾ, ചില സന്തോഷങ്ങൾ പോലും നമുക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. പല കുടുംബങ്ങളിലും ഞാൻ ഇതൊക്കെ സഹിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചില അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മാ വേസ്റ്റ് പരിപാടിയാണ്. ദാമ്പത്യം മുൻപോട്ട് പോകേണ്ടത് എപ്പോഴും അഡ്ജസ്റ്റബിൾ ആയ ഒരു സിറ്റുവേഷനിലായിരിക്കും, ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കണം, പരസ്പരം മനസ്സിലായിരിക്കണം. അയാൾക്ക് ഇങ്ങനെ ദേഷ്യം വരും, അയാൾ ഇങ്ങനെയാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. അതേപോലെ തന്നെ അവൾ ഇങ്ങനെയാണ്, അവൾക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ്, അവൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം എന്ന തിരിച്ചറിവാണ് ഒരു ദാമ്പത്യ ബന്ധത്തിന് സക്സസ്ഫുൾ ആക്കുന്നത്. അങ്ങനെ അല്ല എന്ന് തോന്നിയാൽ ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും തൻ്റെ സ്പേസിൽ മറ്റൊരാളെ ചിന്തിച്ചാൽ ആ സമയത്ത് അവിടുന്ന് സ്കിപ്പാവാൻ ഓരോ പെൺകുട്ടിയും തയ്യാറാണ്, ഓരോ ആണും തയ്യാറാണ്. ആണുങ്ങളാണെങ്കിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കും. അവൻ്റെ പ്ലേസിൽ മറ്റൊരുത്തി മരത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇറങ്ങി പോകുന്നതാണ്. എന്താ പെണ്ണുങ്ങൾക്ക് ആ ബുദ്ധിമുട്ടൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. എനിവേ, ഈ വിഷയത്തിൽ ഉർവശിയുടെ മകൾ 100% സക്സസ് ആവും എന്നുള്ള തർക്കമേ വേണ്ട. കാരണം രണ്ടുപേരും, അച്ഛനും അമ്മയും നല്ല അഭിനേതാക്കളാണ്. സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ എന്ന് വേണ്ട, കുടുംബ പാരമ്പര്യം നല്ല രീതിയിൽ നിൽക്കുന്ന മകൾക്ക് ഇങ്ങനെയൊരു ഡ്രാമ കാണിച്ച് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആളുകൾ ചിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിക്ക ആണുങ്ങൾക്കും പറ്റുന്നൊരു തെറ്റെന്താണെന്നറിയാമോ? ഈ ദിലീപ് മഞ്ജു വാര്യർ റിലേഷൻഷിപ്പ് പോലെ അമിക്കബിളി സോൾവ് ചെയ്ത് ഇറങ്ങുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവർ ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയും. ഇപ്പം ദിലീപിൻ്റെ വിഷയത്തിൽ പോലും അങ്ങനെയല്ല. മഞ്ജു വാര്യർ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് സോഫ്റ്റായിട്ട് ഇരുന്നിട്ടുമില്ല. മഞ്ജു വാര്യർ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ഭാവനയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ദിലീപിനെ അടിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ അടി കൊടുക്കുമ്പോൾ അതിൽ ബാധിക്കപ്പെടുന്നത് മീനാക്ഷിയാണെന്ന ബോധം പോലും ഇല്ലാതെയാണ് മഞ്ജു പലയിടത്തും പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ മഞ്ജു അത്രയും ഇന്നസെൻ്റ് ആണെന്ന് ചോദിച്ചാൽ 100% ഇന്നസെൻ്റ് ഒന്നുമല്ല. പക്ഷെ ഉർവശി അങ്ങനെയായിരുന്നില്ല. ഉർവശി ഒരിടത്ത് പോലും, ഒരു ഭാഗത്ത് പോലും മനോജ് കെ ജയന് എഗൻസ്റ്റായിട്ട് നിന്നതോ സംസാരിച്ചതോ ആയി എനിക്കറിയത്തില്ല. വളരെ ജെന്യുവൻ ഒരു പേഴ്സണാലിറ്റിയാണ് ഉർവശിക്ക്. അവളെ ഒറ്റപ്പെടുത്തുകയും ഏറ്റവും മോശമായി പ്രഖ്യാപിക്കുകയും ചെയ്തത് മനോജ് കെ ജയനാണ്. ഉപേക്ഷിച്ചു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം വിവാഹത്തോടു കൂടി തന്നെ അവർ സിനിമയിൽ നിന്ന് മാറിയിരുന്നു, കുടുംബത്തിന് പ്രിയോറിറ്റി കൊടുത്തു. ഓർക്കണം, അവരുടെ കുടുംബത്തിലൊരു രീതിയുണ്ട്. കുട്ടി മക്കളെയൊക്കെ നോക്കുന്ന അമ്മമ്മമാരാണ്, അമ്മയുടെ അമ്മയാണ്. എല്ലാ കുട്ടികളെയും ഒരു വീട്ടിൽ തന്നെ കൊടുക്കുക, എല്ലാവരും കൂടെ നോക്കുക. ആ കുടുംബം ഒന്നടങ്കം ഉർവശി ഉപയോഗിച്ചു എന്ന് പോലും തോന്നിയിട്ടുണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അവളെ പരിപൂർണമായി
കുറ്റപ്പെടുത്തുകയാണ് മനോജ് കെ ജയൻ ചെയ്തത്. താൻ എന്തോ ഭയങ്കര സംഭവമാണെന്നും തനിക്കുള്ള അക്സെപ്റ്റൻസ് ഉർവശിക്ക് ഉണ്ടാവില്ലെന്നും തെറ്റിദ്ധരിച്ചു. ഉർവശി എന്താണെന്ന് കാലം തെളിയിച്ചു എന്നുള്ളതാണ്. ഉർവശിയെ പോലെ ഉർവശി മാത്രമേ ഉള്ളൂ. അവരുടെ ആ ക്വാളിറ്റി മകൾക്കുണ്ടെങ്കിൽ മകൾ സക്സീഡ് ചെയ്യും. പിന്നെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത്, ഒരമ്മയും മക്കളെ ശപിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ മക്കൾ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മതി. ശാപം കിട്ടിയ മക്കൾ അത് അമ്മ ശപിക്കാതെ തന്നെ ദൈവമായിട്ട് കൊടുത്തോളൂ. അതിനകത്തൊന്നും പറയാനില്ല. ഈ ഒരു വിഷയത്തിൽ അമ്മയോട് അനുഗ്രഹം വാങ്ങണം, അമ്മയുടെ അനുഗ്രഹമാണ് ആവശ്യം വേണ്ടത് എന്ന് പറയുമ്പോൾ കരയുന്നത് സ്വന്തം ഉള്ളിലുള്ള ആ കുറ്റബോധം കൊണ്ടാണ്, അല്ലാതെ സ്നേഹം കൊണ്ടല്ല. ആരും തെറ്റിദ്ധരിക്കണം. ഇനിയിപ്പോൾ ഇത് എടുത്തുകൊണ്ട് നോക്കൂ മനോജ് കെ ജയൻ്റെ സ്നേഹം കണ്ടോ, ഒന്നുമില്ല. മനോജ് കെ ജയൻ ഒരു പൊടി പോലും ആ സ്ത്രീയോട് റെസ്പെക്റ്റോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ അവരിൽ നിന്ന് ആ മകളെ പിച്ചു പറിച്ചുകൊണ്ട് പോകത്തില്ലായിരുന്നു. ഫസ്റ്റ് തിങ്, നമ്മൾ അമ്മ എന്നത് യാഥാർത്ഥ്യമാണ്, അച്ഛനൊരു സാങ്കല്പമാണ്. അമ്മ പറയുന്നത് ആരോ അതാണ് അച്ഛൻ. അമ്മയ്ക്കാണ് വാല്യൂ. ആ അമ്മയിൽ നിന്ന് പിച്ചു പറിച്ച് മോളെ കൊണ്ടുപോയപ്പോൾ അയാൾ കാണിച്ചൊരു ഉത്സാഹം ഉണ്ടല്ലോ. ഇപ്പം എന്തിനാ അമ്മയുടെ ആവശ്യം? ഇപ്പം അമ്മയുടെ ആവശ്യം എന്താണ്? പൊതുസമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ കാര്യങ്ങളിലാണ്. പലരും വിവാഹമോചനം നടത്തിയതിനു ശേഷം കല്ലെറിയുന്നതായിരുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ അവരോട് സ്വസ്ഥമായി ജീവിച്ചവരല്ലേ, പിന്നെ എന്തിനാണ് ഈ കല്ലെറിച്ചിൽ? ഈ കല്ലെറിച്ചിൽ കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ കുഞ്ഞിന് കുറേ കൂടെ മോശം ഇതുണ്ടാവും, ഇമ്പാക്റ്റ് ഉണ്ടാവും സമൂഹത്തിൽ. എന്നതിനപ്പുറം എന്താണ് ലാഭം? ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുമ്പോൾ നിസ്സഹായരായി ഒന്നും ചെയ്യാനാവാതെ നമ്മളുടെ സ്വസ്ഥതയും സുഖവും നഷ്ടപ്പെടുന്നത്, കൺമുന്നിൽ നഷ്ടപ്പെടുന്നത്, രണ്ട് വ്യക്തികളുടെ ഈഗോയിൽ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് കുട്ടികളെന്ന് ഞാൻ പറയും. കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പരസ്പരം തല്ലുന്നതും വെല്ലുവിളിക്കുന്നതും നിർത്തിവെക്കാം. അപ്പോൾ പിന്നെ എന്താ വേണ്ടതെന്നുള്ള അടുത്ത ചോദ്യം വരും. തീർച്ചയായിട്ടും സെപ്പറേറ്റ് ചെയ്യുക. നീ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചോദ്യം, നമ്മളുടെ 75% ഓഫ് പീപ്പിൾ പ്രവാസികളാണെന്നാണ് എൻ്റെ ഒരു അനലൈസേഷൻ. കറക്റ്റ് ആണോ എന്നറിയില്ല, കണക്ക് ചിലപ്പം വ്യത്യസ്തമായിരിക്കാം, കേരളത്തിൻ്റെ കാര്യമാണ്. അങ്ങനെയുള്ള നമുക്ക് ഒരു പാർട്ട്ണർ ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണർ കുട്ടിയെ നോക്കുന്നത് കണ്ടിട്ടില്ലേ? മറ്റേ പാർട്ട്ണർ പൈസ അയച്ചു കൊടുക്കും, ഈ പാർട്ട്ണർ അതനുസരിച്ച് ജീവിക്കും. വിവാഹമോചനം കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തുക കൊടുക്കാൻ മാറി നിൽക്കുന്ന കുടുംബങ്ങളെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്തിനാ ഇനി അവൾക്ക് കൊടുക്കുന്നത്? അവൾ നമ്മുടെ ആളല്ലല്ലോ, നമ്മളിന്ന് പിരിഞ്ഞു പോയില്ല, ഇനി എന്തിനാ കൊടുക്കുന്നത്? അപ്പോൾ കുട്ടിക്കോ? ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. നമ്മൾ ഉണ്ടാക്കിയ കുഞ്ഞാണെങ്കിൽ അവളുടെ എക്സ്പെൻസ്, അവൻ്റെ എക്സ്പെൻസ് നമ്മൾ പകുതി വഹിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തവൻ മനുഷ്യനേ അല്ല എന്ന് പറയും. അവൾ മോശപ്പെടുത്താത്ത ഒരവസ്ഥയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്ത് അമിക്കബിളി രണ്ടുപേരും പിരിഞ്ഞ് ജീവിക്കുന്നതാണ് നല്ലത്. അതായത് തമ്മിൽ തല്ലി വീട്ടിൽ ബഹളം ഉണ്ടാക്കി കട്ടിയും കല്ലും തട്ടിപ്പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ഒരേ കുടക്കുഴി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അമിക്കബിളായിട്ട് മാറി നിന്നുകൊണ്ട് കുഞ്ഞിൻ്റെ സൗഹൃദത്തിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി സൗഹൃദപരമായി മുൻപോട്ട് പോവുകയാണ് ഏറ്റവും നല്ല പരിപാടി. ഒരു നിമിഷമെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, പരസ്പരം വെല്ലുവിളി, അടി, കുത്ത്, കൊച്ചിനെ കൊടുക്കാതിരിക്കൽ എന്ന് വേണ്ട സർവത്ര കുത്തിക്കലശം കാണിക്കും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പാഠം ഈ ഒരു വീഡിയോയിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഇതൊന്ന് കാണാം. 2 വർഷം മുമ്പാണ് എന്നെ പറയുന്നത്, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് എന്നെ തുറന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല, കാരണം അവളുടെ ഇഷ്ടമാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ഇത് മോളുടെ അമ്മയെ അറിയിക്കണം, അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം, അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടിരുന്ന് കരഞ്ഞുകൊണ്ട് കാണിക്കുന്നു. എനിക്കത് സത്യം പറഞ്ഞാൽ ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഡ്രാമ കാണുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ്, ആ കുട്ടി അഭിനയിച്ച സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ആയിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. പൊട്ടനാണ്. ഉർവശിയുടെ മകളാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പോകും. എന്താണ് അവൾ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടൊരു കൊതി ഉണ്ടാവും. ഉർവശിയുടെ മകളല്ലേ, ആ എക്സ്പെക്ടേഷൻ ലെവലിലായിരിക്കും പോകുന്നത്. അത് ആ കുട്ടിക്ക് ദോഷമേ ചെയ്യുള്ളൂ, എന്നാലും പോകും. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ചുമ്മാ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നതായിട്ട്, സ്വയം അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മനോജ് കെ ജയന് ഒരു രീതിയിലുള്ള ഇങ്ങനെയൊന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അർഹതയുമില്ല. കാരണം അയാൾ അത്രത്തോളം മോശം ഉർവശിയെ പറഞ്ഞിരുന്നു. കള്ള് കുടിക്കും, അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനം നേടുന്നതെന്ന് പറയുന്നത് എന്ത് മ്ലേച്ഛമായ ഒരു സംഗതിയാണ്. സ്വന്തം പാർട്ട്ണർ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി താൻ തന്നെയാണെന്ന് മനസ്സിലാക്കണ്ടേ. തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവളെ പിടിച്ചിടിക്കണമെന്നല്ല, അതിൽ നിന്ന് മാറ്റാൻ, അവൾക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ തന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല വെച്ചാൽ അത് തൻ്റെ പരാജയമാണ്. അതിന് പകരം കോടതിയിൽ മകളെ വിട്ട് കിട്ടാൻ വേണ്ടി അവളൊരു കള്ളുകുടിക്കാരിയാണെന്നും മോശം സ്ത്രീയാണെന്നും കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വൃത്തികെട്ടവനായിരുന്നു മോങ്ങുന്നത്. ഇപ്പോഴാണ് ഓർത്തത്.
കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ച പൊറോട്ട് നാടകമാണ്. അവളുടെ ഡാമേജ് എത്ര വലുതാണെന്ന് അറിയാമോ? അവൾക്കുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് അറിയോ? ഇപ്പോൾ അവളുടെ സഹായം വേണം ഇവന്. അതുകൊണ്ടാണ് ഈ കാണിക്കുന്നതൊക്കെ. ഏതായാലും ഉർവശി തെളിയിച്ചു താൻ തന്നെയാണ് നിറഞ്ഞ വ്യക്തിത്വം എന്നുള്ളത്. ഉർവശി അവരുടെ ലൈഫ് കൊണ്ട് തെളിയിച്ചു. മറ്റൊരു വിവാഹം, അതിൽ സ്വസ്ഥമായ ജീവിതം, അതിലൊരു മകൻ സ്വസ്ഥമായി ജീവിക്കുന്നു. അത്യാവശ്യത്തിൽ കൂടുതൽ റോൾസ്. കാരണം കുടുംബം ചെയ്ത ചതി മനസ്സിലാക്കി എല്ലാത്തിൽ നിന്നും മാറി സ്വന്തം സുഖവും സ്വന്തം സേഫ്റ്റിയും നോക്കിയ നല്ല സൂപ്പർ ലേഡിയായി മാറുകയാണ് ഉർവശി പിന്നീട് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് അവർ. ലൈഫിൽ സക്സസ് ആയ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയും. ഒരൊറ്റ കാര്യത്തിൽ മാത്രം അവർ ചെയ്ത തെറ്റ്, പ്രണയിച്ച് ഈ കോന്തനെ കെട്ടി എന്നുള്ളതാണ്. അത് അവർ തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇവൻ്റെ പെർഫോമൻസിൽ കൂടെ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ കീടമാണ് ഇവനെന്ന് ഞാൻ പറയും. അന്ന് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരല്പം താന്നു കൊടുത്തിരുന്നെങ്കിൽ, ഒരല്പം സഹിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിരിയുക പോലുമില്ല. മാത്രവുമല്ല, ഇനി പിരിഞ്ഞാൽ തന്നെ അവരെ വഴിക്ക് വിടുന്നതിന് പകരം സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ ആ കുഞ്ഞിനെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന നീ ഇപ്പോൾ അവരുടെ സഹായത്തോട് കുഞ്ഞിനെ സിനിമയിലേക്ക് ഇറക്കേണ്ടി വന്ന ഗതികേട് കാലം തന്ന നീതിയാണ്, കർമ്മ. അതാണിത്. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ബാക്കിയുള്ളവർ പറയുന്നത് കണക്ക് അയ്യോ ദേ കരഞ്ഞേ ഭയങ്കര സംഭവമായേ എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. ചില പരാജയങ്ങൾ ഇങ്ങനെ വൈകിയേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, കുട്ടികളെയും കൊണ്ട് അന്തസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് നേരെ വരുന്ന അമ്പുകൾ അത് കിട്ടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങളാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും മിടുക്കുള്ളവർ, ശക്തരായവർ. നിങ്ങളോളം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയധികം അപവാദങ്ങളും വൃത്തികേടുകളും പറഞ്ഞിട്ടും നിങ്ങൾ പൊരുതി നിന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തി ഒരു പരുവത്തിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്റാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത വണ്ണം നിങ്ങൾ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ കാലം കഴിയുമ്പോൾ ഇതുപോലെ ഇരുന്ന് മോങ്ങും എന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കുക. ശക്തിയോടെ മുന്നോട്ട് തന്നെ പോവുക. വിവാഹമോചനം എന്നൊരു കാര്യം പറയുമ്പോൾ സൊസൈറ്റി കാണിക്കുന്ന ഒരു മുഖം ചുളിപ്പും ആ അനാവശ്യമായ നിർബന്ധിക്കലും കുട്ടികൾക്ക് വേണ്ടി സബൂറാക്കൂ എന്ന് പറയുന്ന രീതിയും നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്. സഹിച്ച് കിടന്നു കൊടുത്ത് സഹിച്ച് പല രീതിയിലും പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ട ഒരു അവസ്ഥ പലർക്കുമുണ്ട്. അവർ മാറി ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രവാസികൾ എത്രയോ കുട്ടികളെ തനി പേരൻ്റായി നിന്ന് നോക്കുന്നുണ്ട്. അതുപോലെയുള്ളൂ, അത്രയേ ഉള്ളൂ. പൊതുസമൂഹം വിലയിരുത്തുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മളുടെ സന്തോഷം, സുഖം നഷ്ടപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അന്ന് നമ്മൾ കണ്ട അഭിപ്രായം പറഞ്ഞവരോ, അന്ന് ഇത് കണ്ടിട്ട് വിഷമിച്ചവരോ, അതിനിവർ മറുപടി പറയുമോ? ആകെ മൊത്തത്തിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു വന്നെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.